അഹമ്മദ് ബാലിക്കിന്റെ വീട് തിരുവനന്തപുരമാണോ? നമ്മൾ അഹമ്മദ് ബാലിക്കിന്റെ അടുത്ത് പോയാലോ? അന്ന് ഞങ്ങള് വരും പറയേ. അതാരാ അപ്പുറമുള്ളത്? എന്റെ ഡ്രൈവറാണ് ഗൈസ് അല്ലേ? എന്തേലും അതാ ഹിബ. ഹിബക്കൊരു ഹായ് എടുക്കേ. ഹിബക്കൊരു ഹായ് എടുക്കേ. നമ്മളെ ഹിബ നസ്രീനെ. നിങ്ങള് പിന്നെ മണ്ണെണ്ണ ആണോ അടിക്കാറല്ല? ഞങ്ങള് വെള്ളം, പച്ച വെള്ളം. ഈ സക്കീർ ഭായി പറയാണേ, ഓൻ പോൺ ഹബിൽ ഫേക്ക് അക്കൗണ്ട് എടുത്താണ് അക്കൗണ്ട് തുടങ്ങിയിരിക്കണത്. ഫേക്ക് നെയിം ഇട്ടാണ്. അതുകൊണ്ടാണ് ഓന് യൂട്യൂബിൽ ഫേക്ക് നെയിം ഇട്ടിക്കണേന്ന്. നാട്ടിലെ സ്നിക്കേഴ്സിൽ വെറും കപ്പലണ്ടി മുട്ടായി മാത്രമുള്ളൂന്ന് പറയൂ. രണ്ട് വാക്ക്. എവിടേക്ക് പോകുന്നു? ഞങ്ങൾ ഈ എണ്ണ തീർന്നവരെ എക്സ്ക്യൂസ് മീ, അതെന്തത്? ഞങ്ങൾ എവിടേക്കും പോകും. എന്റെ ഇമ്മ എന്റെ ലൈവൊക്കെ കാണലുണ്ട്. റബ്ബുലാലമീനേ. പക്ഷെ അതിനെന്റെ അമ്മക്ക് ഏതൊരു കുട്ടീന്നോളം അറിയാം. ഈ ഞാനും തമ്മിലൊരു ബന്ധമുള്ള ഒരു വർത്താനം ഈ പറയരുത്, മനസ്സിലായോ? എന്നെ കുറിച്ച് അപവാദം പറഞ്ഞു പരത്തരുത്. ഈ സക്കീർ ഭായി വൃത്തിയായിട്ട മനുഷ്യനാ. അവന്റെ മെസ്സേജുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മോനെ കുറിച്ചുള്ള സത്യങ്ങൾ. ഞാൻ തിരുവനന്തപുരം വർക്കലയിലാണ്. വർക്കല എവിടെയാണ്? വർക്കല ബീച്ചില്ലേ? യാ ഞങ്ങൾ വരണ്ടെന്നാ. ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെക്കണേ. 78 ആൾക്കാരുണ്ടായിട്ട് ആകെ 2 ലൈക്കോ? എന്താണ് മക്കളെ, എന്താണ് കുട്ടികളെ? എല്ലാവരും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. അന്നെ ഇന്ത്യയിൽ കണ്ടിട്ട് അറിയാം. എനിക്ക് കാണിച്ചു തന്നു എൻ്റെ ഫ്രണ്ട്. അല്ലാ യാ റബ്ബില്ലാ. ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധപ്പം ഇല്ല പറഞ്ഞോട്ടാ. രണ്ടും വൃത്തികെട്ട വെറുതെ. 100 താങ്ക്സ്. യു പുട്ട് യുവർ ഓൺ ട്രൗസർ. അയ്യോ ആക്രിഡഡ് മാൻ ഹായ്. അതാ ഇവൻ തൃശ്ശൂരല്ലേ? എം കിങ്ങിന്റെ വീട് എവിടെ? തൃശ്ശൂർ തന്നെ. ഇല്ല എന്താ കുരുക്കളെ? ഹിബോൻ അത് പറയാൻ വന്നിക്കാണ്. ഓരോ ദിവസവും അഹങ്കാരം കൂടി വരുന്നു. എടാ, ഓരോ ദിവസം മനുഷ്യന് വയസ്സ് കൂടണില്ലേ? അതുപോലെ തന്നെയാണെന്ന് കൂട്ടിയാൽ മതിടാ. എൻ്റെ ഉമ്മ മഞ്ഞപ്പൊടി ഇട്ടൊരു വെള്ളം കലക്കി തരും, അല്ലാതെ ബിരിയാണി ഒന്നും കിട്ടുമെന്ന്. എന്ത് വർത്താനാടാ, എനിക്ക് പറ്റിക്കലും ചെയ്തോടെ. അത് തരാന്ന് പറഞ്ഞിട്ടില്ലേ? ഒരിക്കലും എന്തൊരു ഉഷാറില്ലാത്ത. ഞാൻ ആ സ്റ്റിക്കേഴ്സിനെ കുറ്റം പറഞ്ഞ മൂപ്പർക്ക് പറ്റിയില്ല ഒന്നുണ്ട്. ഞാൻ പോയി അതിനൊക്കെയല്ലോ ഹിബണ്ട്. നമുക്കിങ്ങനെ ഹിബണ്ട്. മഞ്ഞപ്പല്ല്. അതിന് എനിക്ക് ചെറുപ്പത്തിലൊക്കെ പല്ലേക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നു. ഇപ്പോഴും എനിക്ക് മടി. പക്ഷെ ക്ലാസ്സിൽ പോകണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ തേക്കും. ഞാൻ പെരിയിലാണ്, എൻ്റെ വീട്ടിലാവുന്ന സമയത്ത് ഞാൻ തേക്കലൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ എണീക്കുന്നു, ഫുഡ് കഴിക്കുന്നു. പറയുമ്പോ ഒക്കെ പറയണല്ലോ. നഗ്നമായ സത്യമാണ് അത്. ഞാൻ പല്ല് തേക്കല് ഞാൻ ഭയങ്കര മടിയുള്ള. ഇപ്പോഴും എനിക്ക് മടിയുള്ള ഒരു കാര്യമാണ് ഈ പല്ല് തേക്കല്. ഞാൻ നേരം വൈകി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല്ലേക്ക് എനിക്ക് മടിയാ. ആ രാവിലെ എണീറ്റ ഫ്ലോയിൽ പോകണം. അതുകൊണ്ട് എന്റെ പല്ലിന് എത്ര മഞ്ഞപ്പല്ല് മുണ്ടല്ലേ? ഇല്ല, അതുകൊണ്ട് എനിക്ക് പല്ലേക്കാൻ മടിയാണ്. അതുകൊണ്ട് എന്റെ പല്ലിന് മഞ്ഞപ്പ്. അതിൽ ഞാൻ ഇതാക്കണമെന്നില്ല. ഞാൻ പറഞ്ഞു ആരും ചോദിച്ചാലും ഞാൻ പറഞ്ഞു ഞാൻ പല്ല് തേക്കാൻ ഭയങ്കര വേക്കുക. അയ്യോ ഷെയ്ക്ക് ഹായ്. അറിഞ്ഞിട്ട് എന്തിനാ നിന്നോട്? അയ്യോ ഡെഡ്മാനെ അങ്ങനെ പറയല്ലേട്ടാ. എന്റെ വീട് തൃശ്ശൂരാണെന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ എന്റെ പെരീക്കട വരും ഇല്ലേ? അതാ ജോസാ ലൂക്കാസ്. അതാ അതുകൊണ്ട് ദുഷ്ടത്തിമാരോട് എന്തും പറയാം. അവർക്ക് അതെ എനിക്ക് ഫീൽ ആയില്ല കേട്ടോ. ഞാൻ ജന്മനാ ദുഷ്ടത്യം. അതുകൊണ്ട് എനിക്ക് അതൊന്നും ഫീൽ ആയില്ല. എത്തപ്പോ ഐ ഡോണ്ട് കെയർ. വൈ ഷുഡ് ഐ? അപ്പൊ അങ്ങനെയൊക്കെ ആയി. ഇപ്പൊ ഞാൻ ബാക്കൊക്കെ ഇരിക്കണം. ബിസി. ഓക്കെടാ, ക്യാരി ഓൺ. ഓവൻ ഷവായി. പിന്നെ നമ്മളെവിടെ നിന്ന് ഓവനിലല്ലേ ഷവായി ഉണ്ടാക്കണേ? ഇങ്ങോട്ട് ഇവിടെ കറങ്ങി തന്നെയാണല്ലോ. പിന്നെ ഓലെന്താ പേരെടുത്തേ? എന്റെ പല്ല് മഞ്ഞപ്പല്ലായത് അതുകൊണ്ടാണ്. ഓക്കെ, വേറെയുണ്ട്. അപ്പൊ ഇനി ക്ലാസ് എന്നാ? ക്ലാസ് മൺഡേ സൺഡേ. യെസ്, മൺഡേ ട്യൂസ്ഡേ. കൊറേ ഉണ്ടേ. Could you please speak in English? Sorry, I don't know English. I am from Andhra Pradesh. ഉണ്ടക്കണ്ണി. ഉണ്ടക്കണ്ണുണ്ട്, മഞ്ഞപ്പല്ലുണ്ട്. വേറെന്താ വേണ്ടേ? ഉണ്ടക്കണ്ണ എനിക്ക് എന്തായാലും ഒരു കണ്ണാണ്. എല്ലാവർക്കും അവിടെ എന്താണ് ഒരു മൂക്ക്. ഇനി എന്തൊക്കെയാണ് വേറെ പ്രശ്നങ്ങൾ പറയും? ഉണ്ടക്കണ്ണ്, മഞ്ഞപ്പല്ല്. നെക്സ്റ്റ്